അപ്പൊ മോളെ പഠിക്കാണോ? ഞാനിപ്പോ SLC കഴിഞ്ഞിരിക്കാണ്. മോളുടെ പേരെന്താ? സ്കിലാച്ചി. മോൾ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞോ, നമ്മുടെ ഈ യാത്രയെ കുറിച്ചൊക്കെ? അതെ വളരെ നല്ലൊരു കൺസെപ്റ്റ് ആണ് ഇത്. നിങ്ങളുടെ സ്കൂളിലൊക്കെ എങ്ങനെയാ കുട്ടികളൊക്കെ? ഭയങ്കര വിഷമം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിടിക്കുന്ന കേസുകളിൽ കുറെ 10-30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. എന്ന് വെച്ചാൽ 18 വയസ്സ് ചെയ്യാത്ത കുട്ടികളാണ്. അതേ പെൺകുട്ടികളും ഉണ്ട്. അത് അതെ, ഞാൻ വശത്തിൽ പെടുന്നില്ല. എനിക്കറിയാം. അപ്പൊ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തണം. അകാലത്തിലെ ക്രിയ കൂടി പോകും. ക്രിയ കൂടി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായോ? കാഞ്ഞു പോകും. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മേലൂര്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, പാഥേയത്തിലാ. അല്ലേ? അപ്പൊ ഈ പാഥേയം യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് ആരംഭിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവർ ഈ ഭക്ഷണവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്, ഈ പഴമൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമ്മളെ സ്വീകരിക്കാനല്ല, ഇവിടെ ആർക്കും ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ ഒരു ഈ ചേട്ടനല്ലേ ഇതിനെ കുറിച്ച് പറയുന്നത്? കോവിഡ് സമയത്ത് ഇവിടെ ദേശീയപാതയിലൂടെ പോയിരുന്ന വാഹനങ്ങൾ, ആംബുലൻസ്, അതുപോലെ തന്നെ അപൂർവമായിട്ട് ബാക്കി എല്ലാവരും ലോക്ക്ഡൌണിൽ വീട്ടിൽ അടച്ചിരുന്ന സമയത്ത് പരട്ടി SHO അരുൺ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ പൊതിച്ചോറുമായിട്ട് ദേശീയപാതയിൽ ആരംഭിച്ച ഒരു ചെറിയ പദ്ധതിയാണ്. അന്ന് തുടങ്ങിയിട്ട് പിന്നെ അടച്ചിട്ടില്ല. അന്ന് നല്ല പഴമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. 5 വർഷമായിട്ട് നമ്മൾ ഇത് ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യം 11:30 ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് സംഘടനയില്ല, സംവിധാനങ്ങളില്ല, ട്രസ്റ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു രീതിയിലുള്ള സംഭാവനകളും സ്വീകരിക്കാറില്ല. പിന്നെ ആരാ ഇതിന്റെ പൈസയൊക്കെ ചെലവാക്കുന്നത്? ഇതിന്റെ പൈസ അന്നന്നത്തെ ദിവസത്തിനുള്ള ഭക്ഷണത്തിന് ആ പൈസ കൃത്യമായിട്ട് ഭക്ഷണം കൊണ്ടുതരുന്ന ആളുകൾക്ക് നേരിട്ട് എന്ത് ഭക്ഷണവും സ്വീകരിക്കുമോ? എന്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മള് ഊണാണ് പ്രധാനമായിട്ട്, ഉച്ചയ്ക്കുള്ള ഊണ്. അത് കൃത്യം 11:30 സമയത്ത്, ഒരു സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാത്ത സമയത്ത് കൊടുക്കും. ഓണത്തിന്, വിഷു അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് റംസാനാണ്. ഇന്ന് റംസാന്റെ വിഭവങ്ങളോടുകൂടിയുള്ള ഭക്ഷണമാണ്. ഈ ദിവസങ്ങളിലൊക്കെ വിശേഷ ദിവസങ്ങളിൽ നമ്മളുടെ ഒരു പ്രത്യേകത, ഒരു കാരണവശാലും ഇവര് അലഞ്ഞു തിരിഞ്ഞ എവിടെയെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കാറില്ല. ഈ ഭക്ഷണമൊക്കെ അപ്പൊ തന്നെ തീരും. അതായത് കൃത്യം 3 മണിക്ക് നമ്മൾ ഷെൽഫ് ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി വെക്കും. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം കഴിച്ച് ഉദ്ഘാടനം ചെയ്തോ? ഇല്ല. അപ്പൊ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഇത് നമ്മൾ കഴിച്ച് ഇത് ഈ KC ഷൈജുവിന്റെ ഒരു ഇല്ല, SK തന്നെ ഉദ്ഘാടനം ചോദിച്ചായിരുന്നു ഈ പ്രവിധ എന്താ മിണ്ടാ നിൽക്കുന്നത്. എനിക്കൊന്ന് ഈ പഴത്തിന്റെ കാര്യം ആലോചിച്ച്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു രീതിയിലുള്ള ഉദ്ഘാടനം ചെയ്യേണ്ടത് കഴിച്ചല്ല, അതിലേക്ക് വെച്ചിട്ടാണ്. പാതയത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ അലഞ്ഞു തിരിയുന്നവർക്ക് മാത്രമല്ല, വിശപ്പാണ് നമ്മളുടെ അർഹത. വിശപ്പുള്ള ആർക്കും ഇവിടെ വരാം, എടുത്ത് കഴിക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ച് തന്നെയാണ് പോകുന്നത്. അതിന് പോലീസ്, പഞ്ചായത്ത്, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും, ജാതി രാഷ്ട്രീയ ഇതൊരു ഭേദമില്ല. അതിലെ ഏറ്റവും പ്രധാനം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. LP സ്കൂൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യയന വർഷം ഇവിടെ ഒരു ദിവസമെങ്കിലും ഭക്ഷണം ഒരു മാസത്തിൽ കൊണ്ടുവരും. അവർ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ ഒരു ആൾ പോലും ഇവിടെ പട്ടിണിയായിട്ട് ഈ ദേശീയപാതയിലൂടെ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഉണ്ടാവരുതെന്നുള്ളൊരു കൺസെപ്റ്റാണ്. അത് ഇതുവരെ നമുക്ക് ഭംഗിയായിട്ട് നന്നായി ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ട്. മാത്രമല്ല കൊരട്ടി വഴി പോകുമ്പോ ഇനി ഇവിടെ കയറി നമ്മളെ പാതയത്തിൽ നിന്ന് ഒരു പൊതിച്ചോറെന്നാണല്ലോ അല്ലേ എന്റെ അർത്ഥം? അപ്പൊ പൊതിച്ചോറ് ഇവിടെ കൊണ്ടുവയ്ക്കുകയും ആർക്ക് വേണമെങ്കിലും, ടാറ്റ വന്നാലും ബിർള വന്നാലും അവരുടെ വിശപ്പുണ്ടെങ്കിൽ അവരെടുത്ത് കഴിക്കണം. ടാറ്റ വരെ കഴിച്ചോളും നമ്മള്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാതയത്തിന് വളരെ നന്ദി. പഴം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങയുടെ ആശയം? ഓ ശരി. അങ്ങേക്ക് എന്താ ഇങ്ങനെ ബുദ്ധി തോന്നിയത്? നേരത്തെ പറഞ്ഞല്ലോ, അരുൺ സാറിന് വന്ന ചെയ്യായിരുന്നു. അപ്പൊ കൊരട്ടിയിലേക്ക് സ്വാഗതം. ഓ താങ്ക് യു. കൊരട്ടിയിലെ ജനങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുവയ്ക്കുകയും കഴിക്കുകയും വേണം അല്ലേ? അതെ. കൊണ്ടുവെക്കുന്നവരാണോ കഴിക്കുന്നത്? കൊണ്ടുവന്നും വെക്കാം, ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. ഇത് അങ്ങോട്ട് വെച്ചിട്ട് ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നത്തെ ഞാൻ ഈ പഴം എടുത്ത് കഴിച്ച ഉദ്ഘാടനം ചെയ്ത് വിചാരിച്ചു. അല്ലല്ല, അതിലേക്ക് വെച്ചിട്ടാണ് ഉദ്ഘാടനം. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ നമ്മളിത് ഉദ്ഘാടിക്കുകയാണ്. മാത്രമല്ല അങ്ങ് പറയണ്ടായിരുന്നു, കഴിക്കാൻ പറ്റിയ കേസല്ല. പൊതിച്ചോറാണ് സാർ ഇവിടെ വെച്ചാൽ. പൊതിച്ചോറാണ് എന്തായാലും ഇവിടെ എല്ലാ ദിവസവും പൊതിച്ചോറാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാറ്. അത് എല്ലാവരും ഒരു മാസം ലിസ്റ്റ് അവിടെ ഇട്ടുണ്ട്. ഒരു മാസം കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അവിടെ സൈഡിൽ. അങ്ങനെ പേര്? എന്റെ പേര് ജോസഫ് പോറീസ്. ഇത് ഈ പാതയം പരിപാടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവട്ടെ. കാര്യം ആൾക്കാര് വഴിതെറ്റി നടന്ന് MDMA അടിച്ച് പൂക്കുറ്റിയാവാതെ ഇവിടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ സാറ് പല സ്ഥലത്തും. നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടയ്ക്ക് ഇവിടെ വന്നത് കണ്ടു. അദ്ദേഹം അതിനുശേഷം ഇത് ചൂടാറാതെ വെക്കാനുള്ള ബോക്സുകൾ ഇവിടെ സമ്മാനിച്ചു. നന്നായി.
അപ്പൊ ഈ ബോക്സ് ചീത്തയാകുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. നമുക്കൊരെണ്ണം വാങ്ങിച്ചു നോക്കാൻ അദ്ദേഹത്തോട് പറയാം, ഒന്നുകൂടെ വയ്ക്കാൻ പറയാം. സാറേ, ഇന്നവരെ മുടങ്ങിയിട്ടില്ല, ഒറ്റ ദിവസം പോലും ഇവിടെ മുടങ്ങിയിട്ടില്ല. സാർ നമസ്കാരം, എന്റെ പേര് സണ്ണി എന്നാണ്. 2020 പാർട്ടിയുടെ ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. 2020 നമ്മുടെ ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. അപ്പൊ ഞങ്ങള് സ്ഥിരമായിട്ട് പ്രതിഷേധങ്ങൾ, ഡ്രഗ്സിനെതിരെയുള്ള പ്രതിഷേധം ഇന്നലെ സംഘടിപ്പിച്ചു. നിൽക്കും, ഞങ്ങൾ കൂടെയുണ്ട്. അതില് പാർട്ടിയൊന്നുമില്ല, നമ്മള് ശക്തമായിട്ടുണ്ട്. അതുപോലെ അത് മാത്രമല്ല, ഞങ്ങള് April 5 ഞങ്ങളുടെ ചാലക്കുടി ഓഫീസിൽ വെച്ചിട്ട് സേ നോ ടു ഡ്രഗ്സ് എസ് ടു ചെസ് ഒരു പരിപാടി കുട്ടികൾക്ക് വേണ്ടി പരിപാടി. യഥാർത്ഥത്തിൽ ചെസ് കളിക്കാരൻ NR അനിൽകുമാർ ഇന്നലെ എനിക്കൊരു വാട്സ്ആപ്പ് സന്ദേശം അയച്ചു തൃശ്ശൂരിൽ നിന്ന്. ഞങ്ങൾ ഒന്നിച്ചൊരു കോളേജിൽ കുറെ കാലം പഠിപ്പിച്ചിട്ടുണ്ട്, കേരളവർമ്മ കോളേജിൽ. അപ്പൊ അദ്ദേഹം പറയുന്നത് 2000 ചെസ് ടീമിനെ അണിനിരത്തി തൃശ്ശൂരിലൊരു ചെസ് ഇത് മത്സരം സംഘടിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പൊ ഇതൊരു തുടക്കാവട്ടെ, ഞങ്ങളുടെ ഇതൊരു തുടക്കാവട്ടെ. മയക്കുമരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിന് 24 എല്ലാ ആശംസകളും. താങ്ക് യു. എങ്ങനെ പേര്? വർഗീസ്. മോളെ എന്താ പേര്? മോളെ അറിഞ്ഞോ ഇതിനെ കുറിച്ചൊക്കെ?